ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഇന്ത്യൻ വിപണികൾ സർവകാല റെക്കോർഡിൽ. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം നാളെ. പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന റോയിട്ടേഴ്സ് പോൾ. US വിപണികളും ഉണർവിൽ. ഏഷ്യൻ വിപണികൾ കുതിപ്പിന്റെ പാതയിൽ. ക്രൂഡ് ഓയിൽ വില $90 കടന്നു. റിസർവ് ബാങ്ക് ഇടപെടലിനിടെയും ഡോളറിനെതിരെ രൂപ ദുർബലമായി. പലിശ നിരക്ക് ഈ വർഷം തന്നെ കുറയ്ക്കുമെന്ന ഫെഡ് ചെയർ ജെറോം പവലിന്റെ ഉറപ്പിൽ കുതിച്ച് സ്വർണ്ണ വിപണി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് റെക്കോർഡ് നിരക്കായ $2,300 കടന്നു. സംസ്ഥാനത്തും സ്വർണ്ണവില റെക്കോർഡ് കടന്നു. പവന് 51,680 രൂപ. സ്റ്റാർട്ടപ്പ് ടെക്നോളജി സ്പേസിലെ 2024 പിരിച്ചുവിടലുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് layoff.fyi. കൂട്ടപ്പിരിച്ചുവിടലുകളിലേറെയും 3 മേഖലകളിൽ നിന്നെന്ന റിപ്പോർട്ട്. 44% ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട ചില്ലറ വിൽപ്പന മേഖല പട്ടികയിൽ ഒന്നാമത്. 22% പിരിച്ചുവിടലുകളോടെ ഭക്ഷ്യമേഖലയും 20% വിദ്യാഭ്യാസവും 2-3 സ്ഥാനങ്ങളിൽ. വിദേശ കറൻസി ഡെറിവേറ്റീവ് വ്യാപാരത്തിന് RBI പ്രഖ്യാപിച്ച പുതിയ നിയന്ത്രണത്തോടെ വ്യാപാരത്തോത് കുത്തനെ ഇടിഞ്ഞു. RBI നിർദ്ദേശത്തെ തുടർന്ന് ദേശീയ ഓഹരി വിപണിയിലെ ഡെറിവേറ്റീവ് വ്യാപാരം പകുതിയിൽ താഴെയായി. വിപണിയിൽ ഊഹക്കച്ചവടം പാടില്ലെന്ന നിർദ്ദേശം നാളെ നടപ്പിലാകും. വിദേശ നാണ്യ ബാധ്യതയുള്ളവർക്ക് മാത്രമേ ഡെറിവേറ്റീവ് വ്യാപാരം നടത്താനാകൂ. ഇന്ത്യ വിടാനൊരുങ്ങി അമേരിക്കൻ വാഹന നിർമ്മാതാവ് ജനറൽ മോട്ടോഴ്സ്. നീക്കം തൊഴിലാളികളും GM ഇന്ത്യയും തമ്മിലുള്ള 40 മാസത്തെ തർക്കത്തിനൊടുവിൽ. തൊഴിൽ തർക്കം അവസാനിച്ചത്. എംപ്ലോയീസ് യൂണിയൻ നൽകിയ 2 ഹർജികൾ ബോംബെ ഹൈക്കോടതി തള്ളിയതോടെ മഹാരാഷ്ട്രയിലെ തലേഗാവ് യൂണിറ്റിലെ ഭൂരിഭാഗം ജീവനക്കാരും വിടുതൽ പാക്കേജ് അംഗീകരിച്ചു. തലേഗാവ് പ്ലാന്റ് ഏറ്റെടുക്കാൻ ഹ്യുണ്ടായി. എന്തായാലും വിപണി സാമ്പത്തിക വർഷത്തിലെ 4ാമത്തെ വ്യാപാര ദിവസം വീണ്ടും ഒരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് വിപണി. സെൻസെക്സ് 74,500 എന്ന് പറയുന്ന സർവകാല റെക്കോർഡ് കടന്നിരിക്കുന്നു. നിഫ്റ്റിയും റെക്കോർഡിന് അടുത്തെത്തി വ്യാപാരം തുടരുകയാണ്. അപ്പോൾ ഇന്ന് വിപണിയെ ചലിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ദേശീയ ഓഹരി വിപണി നോക്കിക്കഴിഞ്ഞാൽ 29 പോയിന്റ് ഉയർന്ന് 22,463 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്ക് ധനകാര്യ മേഖലകളിലെ ഓഹരികളൊക്കെ ഇന്ന് വളരെ ലാഭത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ചില നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ ഈ മേഖല എങ്ങനെ മാറും എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇനി ബോംബെ ഓഹരി സൂചിക നോക്കിക്കഴിഞ്ഞാൽ 74,500 എന്ന് പറയുന്ന റെക്കോർഡ് നിലവാരത്തിലെത്തി. അതിനുശേഷം ഇപ്പോൾ 74,039 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. 162 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികാസമുണ്ടായിരിക്കുന്നത് സ്വർണ്ണ വിപണിയിലാണ്. സ്വർണ്ണ വിപണിയിൽ ഇന്ന് വീണ്ടും, അതായത് ഏപ്രിൽ തുടങ്ങുമ്പോൾ മുതൽ ഏപ്രിൽ 1 50,880 രൂപയായിരുന്നു. ഏപ്രിൽ 2 ആയപ്പോൾ അത് ലോവസ്റ്റ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ് ഏപ്രിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്കായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും സർവ്വകാല റെക്കോർഡ് കടന്നു. 51,280 രൂപയായി. ഇന്ന് വീണ്ടും പവന് 400 രൂപ കൂടി 51,680 രൂപ എന്ന നിലയിലേക്കായി. ഒരു 10% പണിക്കൂലിയും 3% GST ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 57,000 58,000 രൂപ കൊടുത്താലേ ഒരു പവൻ നമുക്ക് ആഭരണ രൂപത്തിൽ കിട്ടുമെന്ന നിലയിലേക്ക് സ്വർണം കുതിക്കുകയാണ്. എന്തായാലും ഈ നിലയിൽ സ്വർണം പോകുമ്പോൾ അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ചൈനയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടി. 2, കഴിഞ്ഞ രാത്രിയിൽ ജെറോം പവൽ നടത്തിയ ഒരു പ്രസ്താവന, പലിശ നിരക്ക് കുറയ്ക്കും അമേരിക്കയിൽ എന്ന് പറഞ്ഞ പ്രസ്താവന സ്വർണത്തിന്റെ വില കൂട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് അറിയാൻ ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണി ഒരു റെക്കോർഡിലേക്കൊക്കെ കുതിച്ചു. എങ്ങനെയാണ് ഈ വിപണിയുടെ പോക്കിന്ന്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒരു പുതിയ ഹൈ എടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ 525 ലെവലിലായിരുന്നു മാർക്കറ്റ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ 4-5 പ്രാവശ്യം ആ ലെവൽ വന്നിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് 22,525 കട്ട് ചെയ്തു. 22,625 ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. 610 കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 25 കട്ട് ചെയ്താൽ 100 പോയിന്റ് കയറാമെന്ന്. അങ്ങനെ 619 വരെ ഇന്ന് കയറി. 625 ഇനിയും അത് തിരിച്ചു വരികയാണെങ്കിൽ 625 ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. മാർക്കറ്റ് ഇത്രയും കയറിയതിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ താഴ്ച. പക്ഷേ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നാളത്തെ ക്രെഡിറ്റ് പോളിസി ഉണ്ടായതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം റിസർവ് ബാങ്ക് പലിശ നിരക്ക് എപ്പോൾ കുറയ്ക്കും, ഉടനെ കാണുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാളെ അറിയാം. തീർച്ചയായും അത് മാർക്കറ്റിൽ ഒരു ചെറിയ വോളറ്റിലിറ്റി ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ തുടരാനുള്ള സാധ്യതകളാണ്.
ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം നാളെയാണ്. എന്തായാലും പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത്. നമുക്ക് നോക്കിക്കാണാം. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു SK. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.